ഏത് വസ്ത്രധാരണ രീതി ഇട്ട് വന്നാലും ബ്രോക്ക് കമന്റ് അടിക്കാം. അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ കമന്റ് അടിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ബോഡി ഷേപ്പിന് അനുസരിച്ചുള്ള ഒരു ഡ്രസ്സല്ല അവരിടുന്നത്. ഹണി റോസിനെ പറ്റിയിട്ടാണ് കേരളത്തിൽ ഇപ്പൊ 2 ദിവസമായിട്ട് വാർത്തകൾ വരുന്നത്. ഉദ്ഘാടനത്തിന്റെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഉദ്ഘാടനത്തിന്റെ റീൽസ് കണ്ടില്ല. ഉദ്ഘാടന ഒരു റീൽസ് കാണാറുണ്ട്. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാല് ഹണി റോസിന്റെ വസ്ത്രധാരണം ബ്രോക്ക് എങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നു? മോശമായിട്ടാണോ? അതായത് ഹണി റോസിന്റെ വസ്ത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന രീതിയിലൊക്കെ വസ്ത്രം ധരിച്ച് വരുന്നുണ്ടാണ് ചോദിക്കുന്നത്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഡ്രസ്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് അങ്ങനെ അങ്ങനെ ഡ്രസ്സ് ചെയ്തോണ്ടല്ലേ നമ്മള് പറയുന്നത്. അപ്പൊ നമ്മളെയും തെറ്റില്ലല്ലോ. പുള്ളിക്കാരിയിലും തെറ്റില്ല, നമ്മളതിലും തെറ്റില്ല. കേരളത്തിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ ധരിക്കണത് ശരിയല്ലേ? അവർക്ക് കാണിക്കാമെങ്കിൽ നമുക്ക് എന്താ നോക്കിക്കൂടെ? അവർക്ക് കാണിച്ചതാണെങ്കിൽ നമുക്ക് കമന്റ് അടിച്ചുകൂടെ? കമന്റ് അടിക്കുക. അങ്ങനെ അടിച്ചുകൂടെ തന്നെ അടിക്കാന്നാണോ പറഞ്ഞിരുന്നത്? ദൈവമേ, പേരെന്താടാ? സ്മിനേഷ്. അപ്പൊ എന്താ പേഴ്സണലി ബ്രോക്ക് എന്താണ് ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണോ? മോശമല്ല. പുള്ളിയുടെ ഫ്രീഡം അനുസരിച്ച് പുള്ളി ചെയ്യുന്നു. പിന്നെ അത് അടിച്ച് നിനക്ക് എങ്ങനെ വേണേലും കമന്റ് അടിക്കാന്നല്ല. കമന്റ് അടിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡ്രസ്സ് ചെയ്തോണ്ടായിരിക്കുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഡ്രസ്സ് ചെയ്യണോ. ഇങ്ങനെ ഈ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് കമന്റ് വരുന്നത്. അങ്ങനെയും പറയാം. അത് പിന്നെ പറയാവുന്ന ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ചും പിന്നെ ഓരോരുത്തരുടെയും ചിന്താഗതി അനുസരിച്ചും അല്ലേ. പിന്നെ മോഡേൺ ലൈഫിൽ പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ ഹണി റോസിന്റെ ഉദ്ഘാടനം കുറെ റീൽസ് കണ്ടിട്ടുണ്ടാവും ബ്രോ. കണ്ടിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരും. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി എങ്ങനെയുണ്ട്? മോശമാണോ ശരിയാണോ? മോശം നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ നമുക്ക് എന്താ പറയാ, കാണുന്നവരുടെ കാഴ്ചപ്പാട്. എങ്ങനെ? എനിക്ക് കുഴപ്പമില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ വേറെ മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പിന്നെ വേറെ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. അങ്ങനെ അവരുടെ കംഫോർട്ട് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ഒരു പയ്യൻ പറഞ്ഞ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ട രീതിയിൽ കമന്റ് അടിക്കാന്നുള്ള രീതിയിൽ ഒരു വർത്താനം പറഞ്ഞു. അത് നമുക്കറിയില്ല. കാരണം അത് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അവര് കമന്റ് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് കമന്റ് ഇടാൻ പാടില്ല എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റും. ഇല്ല, അത് അവരുടെ സ്വഭാവം അത്രേ ഉള്ളൂ. ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് വരുമ്പോ അതിന് കമന്റ് ഒരുപാട് വരും അറിയാം. ഒരുപാട് വരാം. ഓൾറെഡി അവരെത്ര വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ളല്ലോ. അപ്പൊ അവർക്കറിയാലോ എങ്ങനെയൊക്കെ കമന്റ് വരും, ഏതൊക്കെ രീതിയിൽ വരും എന്ന് അവർക്കറിയാം. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ വസ്ത്രം ധരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും? അറിഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് ധരിച്ചു, കുറെ കമന്റ് വന്നു അത് മോശമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്റെ ജീവിതശൈലി അത് നമുക്ക് മാറ്റാൻ പറ്റും. വേറെ ആൾക്ക് വേണ്ടി അതൊരിക്കലും മാറ്റാൻ പറ്റൂല. നമ്മുടെ ജീവിതശൈലി നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പേഴ്സണലി എന്താണ് ബ്രോക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണ മോശമായിട്ട് തോന്നുന്നില്ല? ഇല്ല, മോശമായിട്ടില്ല. തോന്നുന്നില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. രഹസ്യമായിട്ട് എങ്ങനെയോ എന്താണ് ഇങ്ങനെയെന്ന് തോന്നിയിട്ടില്ല. അല്ല, നമ്മളല്ലേ ബ്രോടെ ചേച്ചി, ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ മോശം നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില വസ്ത്രമൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് വരുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല്ലോ. ഇതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ നടി, അതായത് മലയാള സിനിമ നടി പറഞ്ഞത് ലൈംഗിക ദാരിദ്ര്യത്തെ യൂസ് ചെയ്തുകൊണ്ടാണ് ഹണി റോസിന് വീണ്ടും ഉദ്ഘാടനം കിട്ടുന്ന ഈ രീതിയിൽ വസ്ത്രം ഇട്ടിട്ട് വന്നുകൊണ്ടാണ്. കാണുന്നവരുടെ കാഴ്ചപ്പാടെന്നല്ല നമുക്കൊന്നും പറയാൻ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. നമുക്ക് അതിനിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റൂല. അവരുടെ അഭിപ്രായം അവര് പറയുന്നു, നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം അമ്മയെ തല്ലിയാലും മറ്റേ 2 വട്ടം എന്ന് പറയുന്ന പോലെ അങ്ങനെ 2 വട്ടങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. കാര്യം അറിയില്ല. ഹണി റോസിന്റെ റീൽസ് കാണാറുണ്ടോ? ഉദ്ഘാടനം ചെയ്യുന്ന കാണാറുണ്ടോ? കാണുമ്പോ എന്താ തോന്നാറ്? ഒന്നും തോന്നാറില്ല. ഞാൻ ചോദിക്കണത് ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന വസ്ത്രധാരണ രീതി മോശമാണോ അത് ശരിയാണോ തോന്നാറുണ്ട്? അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രീതിയിൽ അങ്ങനെ തോന്നാറില്ല? എനിക്കറിയില്ല. തോന്നാറുണ്ട് അങ്ങനെ ഈ രീതിയിൽ വളരെ രീതിയിലാണ് മോശമായ രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് പലരും പറയുന്നുണ്ട്. അപ്പൊ ബ്രോക്ക് അങ്ങനെ തോന്നാറുണ്ടോന്നാണ് ചോദിച്ചത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് പെണ്ണിന്റെ ഇഷ്ടല്ലേ എന്ത് ധരിക്കണം എന്നുള്ളത്. ആ പെണ്ണിന്റെ ഇഷ്ടം. ആരും ഈ വസ്ത്രധാരണം മോശമായിട്ട് തോന്നുന്നില്ല. മോശമായിട്ട് ഇല്ല, എനിക്ക് തോന്നണില്ല. ഫായിസ് ഈ ഹണി റോസിന്റെ വീഡിയോസ് കാണാറുണ്ട്? അതായത് റീൽസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചിട്ട് എന്തുകൊണ്ടാണ് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചത്? താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ല? അതെന്താ ജസ്റ്റ് ഒരു ഉദ്ഘാടന വീഡിയോ അല്ലേ? അതുണ്ടല്ലോ ജസ്റ്റ് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചിട്ട്. അല്ല, ഈ ഫസ്റ്റ് നോട്ട് ഇൻട്രസ്റ്റ് അടിക്കണതിന് മുന്നേ ബ്രോ വീഡിയോ കണ്ടല്ലോ, കണ്ടു. ഒരു റീലിലും കൂടെ കണ്ടില്ല. ആ കണ്ടിട്ട് രീതി മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ?
കുഴപ്പമില്ല. കുഴപ്പമില്ല. അണിറോസിന്റെ വസ്ത്രധാരണ രീതി മോശമാണോ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയേ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി? അവർക്ക് ഇഷ്ടമായ രീതി ഉണ്ടാവും. അതന്നെ എനിക്ക് തോന്നി. എന്താണ് തോന്നിയത്? മോശമായിട്ടാണോ? നിങ്ങൾക്ക് അല്ല, എനിക്ക് എന്ത് തോന്നിയാൽ അത് എങ്ങനെയാ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞുതരോ? എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഇവിടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അവർക്ക് ആ അണിറോസിന് ധരിക്കാം, എല്ലാവർക്കും ധരിക്കാം. അപ്പൊ അതിന് ഈ അണിറോസിന്റെ വസ്ത്രധാരണ രീതി കണ്ടിട്ടാണ് ബോബി ചെമ്മണ്ണൂര് കമന്റ് ചെയ്തത്. അത് കമന്റ് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അതും കണ്ടിട്ടില്ല. ബോബി ചെമ്മണ്ണൂർ ആരാന്നത്? ബോച്ച അറസ്റ്റ് ചെയ്ത് അറിഞ്ഞോ? ഓക്കേടാ, താങ്ക് യു. അപ്പൊ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. 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 അറസ്റ്റിലായ അറിഞ്ഞോ? 14 ദിവസം റിമാൻഡിലാണ്. നല്ല കാര്യം. എന്താ അങ്ങനെ തോന്നി? ബോബി ചെമ്മണ്ണൂർ അത്ര മോശക്കാരനാണോ? മോശക്കാരനല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. പിന്നെന്താ നല്ല കാര്യം എന്ന് പറഞ്ഞാ എന്താ? നല്ല കാര്യമല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. സ്ത്രീയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ, അല്ലേ ബിലാലെ? അണിറോസിന്റെ ഉദ്ഘാടന വീഡിയോസ് കാണാറുണ്ടോ? റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ അണിറോസിന്റെ വസ്ത്രധാരണ രീതി മോശമാണോ? കമന്റ് അടിക്കാം, പക്ഷെ അത് അതല്ലേ കമന്റ് അടിക്കാം, പക്ഷെ അതിന് വിട്ട് പോകുമ്പം അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യുമ്പോ നമുക്കത് അപ്പൊ ഏത് വസ്ത്രധാരണ രീതി ഇട്ടാലും ബ്രോക്ക് കമന്റ് അടിക്കാം. അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ കമന്റ് അടിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യം, ന്യൂസ് ഉണ്ടാക്കാനായിട്ട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ അഭിപ്രായം പറഞ്ഞു. ബ്രോ പറഞ്ഞതാണ് കമന്റ് അടിക്കുക, പക്ഷെ അവർക്ക് മോശമായിട്ട് തോന്നരുത് പറഞ്ഞു. അപ്പൊ ഏത് രീതിയിൽ കമന്റ് അടിക്കേണ്ടി പോകും വസ്ത്രധാരണ കണ്ടിട്ട്? കമന്റ് അടിക്കുന്നതല്ല, ഹണിറോസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അങ്ങനെ കമന്റ് അങ്ങനെ ഇടല്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ ബോച്ചത് അങ്ങനെ ഒരു ബിലാലിനോട് ഞാൻ ചോദിച്ചില്ലേ, അണിറോസിന്റെ വസ്ത്രധാരണ രീതി ഉദ്ഘാടനത്തിന് വരുന്ന വസ്ത്രധാരണ രീതി ബ്രോക്ക് കാണുമ്പോൾ മോശം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. പക്ഷെ ബ്രോക്ക് പേഴ്സണലി അങ്ങോട്ട് തോന്നുന്നത് മോശമായിട്ട് തോന്നുന്നുണ്ടോന്നാണ്. മോശമായിട്ടെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഒരു ഡ്രസ്സല്ല അവരിടുന്നത്. അല്ല, ബോഡി ഷേപ്പിന് അനുസരിച്ചുള്ള ഡ്രസ്സല്ല. എന്താ ഉദ്ദേശിച്ചത്? അതല്ല, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. ഡ്രസ്സിങ് ഒക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അവിടെ യാതൊരു കുഴപ്പമില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബ്രോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. പറ. എനിക്കും തോന്നിയിട്ടില്ല. ബ്രോയ്ക്ക് തന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചാൽ ബോച്ചയുടെ ഭാഗത്താണ് അണിറോസിന്റെ ഭാഗത്താണ്? അത് ബോച്ചനെ അറസ്റ്റ് ചെയ്യണം. ഈ ഡബിൾ മീനിങ് നിർത്തണം, നാക്ക് കുറച്ച് കുറക്കണം. അതിനെ അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ 4 ദിവസം എടുക്കണം, നല്ലതാണ്. അല്ല, ബ്രോയുടെ പേരെന്താ? ബിലാലിന് എങ്ങനെ തോന്നി അണിറോസിന്റെ വസ്ത്രധാരണ രീതി? ഓരോരുത്തരും ഇഷ്ടമാണ്. ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പൊ ഈ വസ്ത്രധാരണ രീതി കാണുമ്പോൾ ബ്രോക്ക് ഒന്നും തോന്നാറില്ല? മീൻസ് പറഞ്ഞാൽ ഈ വസ്ത്രധാരണ രീതി വളരെ മോശമാകുന്ന രീതിയിൽ തോന്നുന്നു. പാന്റ് ഷർട്ട് ഇട്ട് നടക്കണില്ല, അതേപോലെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോലെ അവർ ഇട്ട് നടക്കണം. അപ്പൊ ഈ വസ്ത്രം ഇപ്പൊ ഒരാൾ പറഞ്ഞ ആ രീതിയിൽ വസ്ത്രം ധരിക്കണോണ്ടാണ് ഈ രീതിയിൽ കമന്റ് വരുന്ന രീതിയിൽ വർത്താനം പറയണ്ടത്. അത് എങ്ങനെ തോന്നുന്നു? അതിപ്പോ ഓരോരുത്തരും ഇപ്പൊ എന്തും പറയല്ലോ. അപ്പൊ നിങ്ങ ഇപ്പൊ പാന്റ് ഷർട്ട് ഇട്ട് നടക്കണ പോലെ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള പോലെ അവരിട്ട് നടക്കണം. അതിപ്പോ ഓരോരുത്തരെ ഇഷ്ടം. കേരളത്തിലെ ദൈഹിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അണിറോസ് ജീവിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ പറയുള്ളത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല, എന്തായിരുന്നു? കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തെ യൂസ് ചെയ്തുകൊണ്ടാണ് അണിറോസ് ജീവിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താ തോന്നുന്നത്? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അല്ല, അങ്ങ് മോശമാണ്. അതായത് ഇങ്ങനെ ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ്. അല്ലാണ്ട് ഇപ്പോ അതിന് ഇഷ്ടമുള്ള പോലെ ഇടണ്ടേ. അതിപ്പോ നിങ്ങളെ ബാക്കിയുള്ളവരെ ഇഷ്ടത്തിനല്ലേ. അത് ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കണല്ലേ, അണിറോസ് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് അണിറോസിന് ഉദ്ഘാടനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിനോട് ബ്രോക്ക് എന്താ പറയുള്ളത്? അതെങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ്. അണിറോസ് ഇപ്പൊ അങ്ങനെ ഡ്രസ് ഇട്ടിട്ടല്ലോ ഫിലിമിൽ വന്നത്. അതിന് മുന്നേ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു.